നമ്മളിപ്പോഴെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അപകടം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. അതിനു മുൻപ് ഒരുപാട് നേരം സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ ഒരു സംഘമുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരെ കാണിക്കുന്നത്. അത് കാണുമ്പോഴും നമ്മുടെ കണ്ണു നിറയും. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. മുണ്ടത്തിക്കോട് നിന്നും ജനം TV വാർത്താ സംഘം മടങ്ങിയത് അപകടത്തിന് 3/4 മണിക്കൂർ മുൻപ് മാത്രമാണ്. അതെ, തൃശൂർ പൂര വെടിക്കെട്ടിനായി തിരുവമ്പാടിയുടെ തയ്യാറെടുപ്പ് വാർത്തയാക്കാനാണ് ജനം TV വാർത്താ സംഘം മുണ്ടത്തിക്കോട് എത്തിയത്. വെടിക്കെട്ട് പുരയിലുള്ള പലരുമായും സംസാരിക്കുകയും തമാശകൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ജനം TVയുടെ റിപ്പോർട്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാനു അവിടെ നിന്ന് മടങ്ങിയത്. വെടിക്കെട്ട് കേന്ദ്രത്തിൽ നിന്നും അപകടത്തിന് തൊട്ട് മുൻപ് സാനു കെ സജീവ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് പ്രേക്ഷകർക്കായി. നമ്മൾ പല സ്ഥലങ്ങളിലും വെടിക്കെട്ടുകൾ കാണാറുണ്ട്. അത് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലായിരിക്കും. എന്നാൽ തൃശ്ശൂർ പൂരത്തിൽ അങ്ങനെയല്ല. നഗരത്തിൻ്റെ ഒത്ത മധ്യത്തിൽ തീപ്പൊരി ചിതറുന്ന വെടിക്കെട്ട്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പടക്ക നിർമ്മാണശാലയിലാണ്. കാണാം അവിടുത്തെ വിശേഷങ്ങൾ. സംഗീതം പോലെ താളാത്മകമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. കാരണം ദേ നോക്കൂ, എൻ്റെ മുന്നിൽ കാണുന്നത് മാലപ്പടക്കങ്ങളാണ്. ഈ മാലപ്പടക്കങ്ങളാണ് ഏറ്റവും അവസാനം ഏറ്റവും വലിയ കൂട്ടപ്പൊരിച്ചിലായി മാറുന്ന ഒന്ന്. ഇപ്പോൾ നമ്മൾ കാണുന്നിടത്ത് ഈ മാലപ്പടക്കങ്ങൾ ഓരോന്നായിട്ട് ഇഴ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1 മുതൽ 5000 എണ്ണം വരെയാണ് ഒരു നൂലിൽ കെട്ടുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം എത്തുമ്പോൾ വലിയ പൊരിച്ചിലായി മാറുമ്പോൾ അവിടെ ഗുണ്ടുകളും മറ്റ് എല്ലാ വസ്തുക്കളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വലിയ കൂട്ട പൊരിച്ചിലാക്കി മാറ്റുന്നത്. വെടിക്കെട്ടിൽ വിസ്മയങ്ങൾ തീർക്കപ്പെടുമ്പോൾ അതിലെ പ്രധാന ഘടകമായിട്ട് മാറുന്ന ഒന്നാണ് ഈ ടൈമറുകൾ. ഈ ടൈമറുകൾ വെച്ചിട്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് അതിന് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കപ്പെടുന്നത്. എന്തായാലും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിനുള്ള ടൈമറുകളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഉയരത്തിൽ പോയി പൊട്ടുന്ന ഓരോ വസ്തുക്കളും അത് എത്ര ഉയരത്തിൽ പൊട്ടണം, എത്ര ഗ്രാവിറ്റിയിൽ അത് ഉണ്ടാവണമെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ഈ ടൈമർ. ചേട്ടാ, ഈ ടൈമറിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? ഈ ടൈമർ ഇപ്പോൾ ഇത് വർക്ക് ചെയ്ത ടൈമർ, ഇത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞത്. ഈ ടൈമറിൻ്റെ മുകളിൽ നമ്മൾ ഇവിടുന്ന് ഫയർ പിടിക്കും. തള്ളുമരുന്ന് കൊടുക്കുന്ന സമയത്ത് ഫയർ ചെയ്യും. അത് നമ്മളിവിടെ തുറന്നിട്ടുണ്ടാവും അളവ് വെച്ചിട്ട്. ഈ അളവിനനുസരിച്ചിട്ട് ഫയർ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് വരും. അത് മരുന്നിനെ പറ്റി പൊട്ടും. ഇതാണ് സംഭവം. തൃശ്ശൂർ പൂരത്തിൽ എങ്ങനെ പൊട്ടണം, എവിടെ പൊട്ടണം, എത്ര ഉയരത്തിൽ പൊട്ടണമെന്ന് തീരുമാനിക്കുന്ന ടൈമറുകളുടെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരപ്രേമികൾ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ച് ആകാശത്ത് വർണ്ണമഴ വാരി വിതറുന്ന ആ ഒരു കാഴ്ചയ്ക്കായിട്ട് എല്ലാ പൂരപ്രേമികളും അക്ഷമരായി കാത്തിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പുരയാണ്. ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കാനും ഭൂമിയെ തരംഗം കൊള്ളിക്കാനും ഈ വെടിക്കെട്ട് പുര ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറമാൻ മനുകൃഷ്ണയ്ക്കും വിഷ്ണുവിനുമൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ. പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ അല്ലേ, ആ ദൃശ്യങ്ങളിൽ കണ്ട പലരും ഇന്നും ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. നമ്മൾ ഈ 14 പേരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ ആ 14 പേർ അവിടെ ഉണ്ടായിരുന്നു, ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അവരുടെ പേരുവിവരങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സാനുവിലേക്ക് പോകാം. സാനു പകർത്തി അല്ലെങ്കിൽ സാനു തയ്യാറാക്കിയ റിപ്പോർട്ട് വളരെ വേദനയോടെയാണ് ഞങ്ങൾ കണ്ടത്. ഇന്ന് ഒരുപക്ഷെ ഞങ്ങൾ സന്തോഷത്തോടെ ഈ പുത്തൻപുള്ളിയിൽ കൊടുക്കേണ്ട ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് സാനുവിനായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളത്. കാരണം സാനു അവരെല്ലാം നേരിട്ട് കണ്ടതാണ്. സാനു അവരോടൊക്കെ തമാശ പറഞ്ഞ ഒരാളാണ്. 3/4 മണിക്കൂർ മുൻപ് മാത്രമാണ് സാനു അവരോടൊക്കെ ഒരു യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും സാനു രക്ഷപ്പെട്ടത് തലനാട് ഇടയ്ക്കെന്ന് തന്നെ പറയാം, ആശ്വാസമാണ്. എങ്കിലും അവിടെ നിന്നും കണ്ട ദൃശ്യങ്ങൾ, ഇന്നലെ കണ്ട ദൃശ്യങ്ങളും ഇന്ന് അവിടെ എല്ലാം തകർന്ന ദൃശ്യങ്ങളും കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒപ്പം ഈ മുണ്ടത്തിക്കോട് അപകടത്തിൽ മറ്റെന്തെങ്കിലും ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരിക്കലും സാനു ഈ നിമിഷം മറക്കില്ല. ആ അത്രയേറെ വേദനിപ്പിക്കുന്നതാണ്. പറയൂ സാനു. അശ്വതി, എന്തായാലും ഇന്നലെ നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റോറി ഷൂട്ടൊക്കെ കഴിഞ്ഞ ഒരു 10-30 വയസ്സ് തോന്നിക്കുന്നൊരു യുവാവുണ്ടായിരുന്നു. ആള് ഇറങ്ങാൻ നേരത്തും നമ്മളോട് വലിയ രീതിയിൽ സംസാരിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ഞാനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പുലി, അതായത് പുലിവേഷം കെട്ടുന്ന ആളായിരുന്നു പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ആ അവസാനം നമ്മൾ കാണുന്നത് ആ വേഷം ധരിക്കുന്ന അത്രയേറെ സന്തോഷത്തോടു കൂടി എൻ്റെ തോളിൽ കൈയിട്ട് സംസാരിച്ച ആ ആളുടെ ആ ഒരു ചേതനയേറ്റ ശരീരം കൂടി കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നു എന്നുള്ളത് എല്ലാവരുമായിട്ട്
ബന്ധപ്പെട്ടതാണ്, നമ്മൾക്കൊപ്പം നിന്നവരാണ്. ആരുടെയാണേലും നമുക്കത് വിഷമമുള്ളതാണ്. എങ്കിലും അല്പം കൂടി, കാരണം നമ്മളോട് കുറച്ചുകൂടെ അടുത്ത് നിന്ന് സംസാരിച്ച ഒരു വ്യക്തി ഇപ്പോൾ കൂടെ ഓരോ ഷൂട്ടിനും അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഒപ്പം പിന്നാലെ വരുന്നു. തമാശ രൂപേണയെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് ചോറ് ഞാൻ തരില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ അത്രയേറെ സൗഹൃദം നിമിഷ നേരം കൊണ്ട് മനസ്സിലേക്ക് കയറിയ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ഒരു ചേതനയേറ്റ ശരീരം കൂടി കാണേണ്ട ഒരു കാഴ്ച കൂടി ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും 40-45ഓളം തൊഴിലാളികൾ ഒരേ സമയത്തിരുന്ന് തൊഴിലെടുക്കുന്ന സ്ഥലമായിരുന്നു ഇത്. നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഈ കാണുന്ന വിജനമായിട്ട് ഉള്ള ഭാഗം വലിയ സന്തോഷത്തോടു കൂടി വലിയ അത്ഭുതങ്ങൾ വാനിൽ വാരി വിതറും എന്ന് അവർ ഉറപ്പ് നൽകിയ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പുര നിലനിന്നിരുന്ന സ്ഥലമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അഗ്നിനാളങ്ങൾ വിഴുങ്ങിയത്. വലിയ പൊട്ടിത്തെറിയോടുകൂടി, വലിയ പ്രകമ്പനത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന 10 കൂടിയാണ് ഈ ഛിന്ന ഭിന്നമായി ഈ ഒരു തരിശ് ഭൂമിയിലേക്ക്, ഈ പാടശേഖരത്തേക്ക് ചിതറി വീണതെന്നുള്ളതാണ്. അതിനുശേഷം ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയത്തും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ആ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിൽ നിന്നും തെറിച്ച് വീഴുന്ന ഈ പടക്കങ്ങളുടെ അംശങ്ങൾക്കൊപ്പം മനുഷ്യ ശരീരങ്ങൾ കൂടി തെറിച്ച് പാടശേഖരങ്ങളിലേക്ക് വീഴുന്ന ഒരു ദയനീയ കാഴ്ചകൾക്ക് കൂടി നമ്മൾ കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യം. ഏറെ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ അവിടെ ഇനി ആരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അധികൃതർ നടത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, ഒപ്പം തന്നെ പോലീസ് മേധാവിയുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു ദുരന്തം നടന്ന ഭൂമിക്കുള്ളിലേക്ക്, ആ നടന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ പരിശോധനയുടെ നടപടികൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കടവർ നായ്ക്കളെ അടക്കം ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. ആ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധന, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് ഇനി നടത്താനുള്ളത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ശരീരാവശിഷ്ടങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തിക്കൊണ്ട് അവയുടെ പരിശോധന ശാസ്ത്രീയമായി നടത്തിക്കൊണ്ട് അത് ആരുടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് ഇനിയും അധികൃതർ നീങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 45ഓളം ആളുകൾ ഒരേ സമയത്ത് തൊഴിലെടുത്തിരുന്ന ഭൂമിയാണ്, ഒരേ സമയത്ത് തൊഴിലെടുത്തിരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. അത് അധികൃതർ വ്യക്തമാക്കുന്നില്ലെങ്കിലും, അവർ അത് പരസ്യമായി പറയുന്നില്ലെങ്കിലും ഇനിയും ആ ഒരു സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഇപ്പോൾ കിട്ടുന്ന എണ്ണങ്ങളൊക്കെ നമ്മളിവിടെ കണ്ട ആളുകളുടെ എണ്ണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ്. കാരണം നമ്മൾ വരുന്ന സമയത്ത് അത്രയധികം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്നും ഭക്ഷണമായിട്ട് വന്ന 5 പേരുടെ വിവരങ്ങളൊക്കെ പലപ്പോഴായിട്ട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു. അതിലൊന്നും ഒരു വ്യക്തത അതിലുണ്ടായിട്ടില്ല. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹം